ഏറ്റെടുത്ത ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ ഖൈറ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലാഹു ഫീ ഔനി അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നമ്മുടെ ഒരു സഹോദരന്റെ ഒരു അവരന്റെ വേദനകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കാൻ അല്ലാഹു നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഇത് ضعيفായ ഹദീസല്ല, ശക്തമായ തെളിവുള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ല, നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ്. ചിലപ്പോൾ ഒരാൾക്ക് 1,00,000 കൊടുക്കാൻ കഴിയും, ഒരാൾക്ക് 50,000 കൊടുക്കാൻ കഴിയും, ഒരാൾക്ക് അതിന്റെ താഴെ എത്ര ആയാലും 1 രൂപ ആണെങ്കിൽ പോലും അത് സ്വതക്ക ചെയ്യുക എന്ന് പറയുമ്പോൾ 2 രൂപത്തിലാണ്. ഒന്ന്, നമ്മൾ നല്ല നിയത്തോടു കൂടി ഒരു 5 രൂപ നമ്മൾ ചെറിയ മോനക്ക് അള്ളാഹി കുട്ടിക്ക് ഞാനൊരു നിയത്തോടു കൂടി 5 രൂപ കൊടുത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് വരാൻ പറ്റും. ചിലപ്പോൾ അള്ളാഹുത്താൻ എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ടാവും, നമുക്കൊരു അപകടം കണക്കാക്കിയിട്ടുണ്ടാവും. ആ കണക്കാക്കിയ അപകടം ഇത് കൊടുത്തൊരൊറ്റ കാരണം കൊണ്ട് അള്ളാഹുത്താൻ മാറ്റിക്കളയും. അപ്പൊ പിന്നെ നമുക്കൊക്കെ സംശയം ഉണ്ടാവും, അള്ളാഹുത്താനൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടില്ലേ, പിന്നെ കരുവിനെ നമ്മൾ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷിതാവാന്നുള്ളത് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുത്താനക്ക് 2 കവാതുകളുണ്ട്. ഒന്ന് അസലിയായ കഥ, നിരക്ക് മാറ്റം ഉണ്ടാക്കുക, സംശയം നേരത്തെ അള്ളാഹുത്താലോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഉദാഹരണം പറയാം, നമ്മള് മഹ്താബില് മഹ്താബ് ഒരിക്കലും പോവാണ്. പോകുന്ന സമയത്ത് അവന് ഒരു 100 റുപ്യ സ്വതക്ക ചെയ്ത് നിൽക്കുക. അപ്പൊ അവർക്ക് ഒരു അപകടം അവരെ കാക്കേണ്ട ഉദാഹരണം പറയുന്നു. അപ്പൊ നമ്മളോട് പോകുന്ന സമയത്ത് അവർക്ക് ഒരു അപകടമോ എന്തെങ്കിലും അള്ളാഹുത്താല കണക്കാക്കിയിട്ടുണ്ടോ? ആ കണക്കാക്കിയ സമയത്ത് അവ മറ്റൊന്നും കണക്കാക്കിയിട്ടുണ്ട്. അവന് 100 രൂപ അവിടെ വരുന്ന കൊടുത്തു കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്ന് അള്ളാഹുത്താല കഴിച്ചു. ഇത് രണ്ടും അള്ളാഹുത്താല കളയുകയാണ്. ഇനി കൂടുതൽ ചോദിക്കേണ്ടതില്ല, അതിൽ ആ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത് അപ്പൊ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹു നമ്മൾ കഴിയുന്ന രൂപത്തിൽ ഒക്കെ സഹായിക്കണം. ഇത് ആരും ബോധ്യപ്പെടുത്താനല്ല, ആരും കാണാത്ത സ്വതം നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനാണല്ലോ ആ കിറ്റില് 5 കിറ്റ് ഞാനാണ് ഏറ്റത്, ബാക്കിയുള്ളവരൊക്കെ താഴെയാണ്. ഈ ഒരു ചിന്ത ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അറിയാതെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലക്ഷ്യമല്ല, 1 കോടി കൊടുത്തിട്ട് ഒരു കാര്യവും കിട്ടാൻ പോകില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് മനസ്സറിഞ്ഞു കൊടുക്കണം. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് എന്നും പിരിവാണ്, എന്നും പിരിവാണ്. ഈ പറയുന്ന ആളുകൾ നമുക്ക് പരിശോധിച്ചു നോക്കുന്നത് അവർ തീരെ എന്ത് ചെയ്യുക, അവർ തീരെ കൊടുക്കാത്ത ആളുകൾ. സ്ഥിരമായി കൊടുക്കുന്ന ആളുകളെ പറയുന്നത് കഴിയില്ല. നേരെ മറിച്ച് അവർക്ക് വലിയ മാറ്റങ്ങൾ നൽകും ചെയ്യുന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇത്തിഖാഫോട് കൂടി ഇരിക്കുന്ന ഇരുത്തം കബൂലാക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരൊറ്റ സംഭവം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, ശരീരത്തിന് ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു രക്തം കട്ട പിടിച്ച ഒരു കട്ട, അതെന്താണ്? എന്നിട്ട് പറയുന്നു ഇതാ ഇതാ സ്വലഹൽ എങ്ങനെ എന്താണ്, ഏതായാലും ഒന്നുകൂടി പറയാം. ശരീരത്തിൽ ഒരു മുഖത്തുണ്ട്, ഞാൻ പറഞ്ഞു, ഒരു മാംസക്കണ്ട്, അത് നന്നായി. ആ ഇതാ സ്വലഹത്ത്, ഇതാ സ്വലഹത്ത്, ആ മുഖത്ത് നന്നായ ആ ഒരു രക്തക്കണ്ടം രക്തപിണ്ഡം നന്നായാൽ സ്വലഹൽ ജസദു കുല്ലുഹു, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗവും പിന്നെ ക്ലിയറാണ്. ഹൃദയം, അതാണ് പറയാൻ പോകുന്നത്. ഇനി അത് കേടന്നാലും, അത് കേടന്നാൽ നമ്മുടെ ശരീരം മൊത്തം വേസ്റ്റാണ്. അതാണ് അതറിയണ വലിയ അൽക്കൽബു, അത് ഹൃദയം. ആ ഹൃദയം ശുദ്ധിയായാൽ പിന്നൊന്നും നോക്കണ്ട.
നമ്മൾ ഈ ബാഹ്യ പ്രകടനങ്ങളൊന്നും അല്ല അള്ള നോക്കുക. മറ്റൊരു ഹദീസിൽ കാണല്ലോ, ഇന്നല്ലാഹും നമ്മുടെ ശരീരത്തിലേക്ക് അള്ള നോക്കൂല, വലാ ഇലാ സുവരിക്കും നമ്മുടെ രൂപത്തിലേക്ക് അള്ള നോക്കൂല, വലാ ഇലാ അംവാലിക്കും കുറേ സമ്പത്തുണ്ട് അള്ള നോക്കൂല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിനെ നോക്കേണ്ടത്. ആ ഹൃദയം നന്നാവണം. ആ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഹബീബായ കുട്ടങ്ങൾ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്തിന് വലിയ അത്ഭുതം. നമ്മളെ കുറിച്ചൊന്നും പറയാതെ അദ്ദേഹത്തെ കുറിച്ച് മാത്രം അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം സ്വഹാബികൾക്കൊക്കെ വലിയൊരു ആഗ്രഹം. അതായത് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് മാത്രം പറയാൻ കാരണം, ഇത് പറഞ്ഞത് മുതൽ സ്വഹാബത്തിലെ ചില ആളുകൾക്ക് എനിക്ക് ഓർമ്മ, ഈ സംഭവം പറഞ്ഞ ഓർമ്മയായിരുന്നു. ഏതായാലും സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു, ഇരുന്നടുത്ത് പോകുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇദ്ദേഹത്തെ അടിമുടി നിരീക്ഷിക്കുക എന്നതാണ്. ഇദ്ദേഹം സ്വതത്ത് പോകേണ്ട അമലിപ്പോ എന്താ നമ്മൾ ചെയ്യാത്തത് വരെ എന്താ ചെയ്യുന്നത്, എക്സ്ട്രാ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് സ്വഹാബി 2-3 ദിവസം അവിടെ നിന്നു. പക്ഷേ ഇവര് ചെയ്യുന്നതല്ലാത്ത ഒന്നും എക്സ്ട്രാ ആര് ചെയ്യുന്നില്ല, ഈ സ്വഹാബത്ത് ചെയ്യുന്നില്ല. ഇവരെ ഉള്ളിൽ ആശങ്ക, എത്ര പേർ ഇങ്ങനെ അവര് ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്, ഒരു മാറ്റമില്ല, എന്തേ ഇദ്ദേഹത്തെ മാത്രം ഒത്തിരി സ്വർഗത്തിലാന്ന് പറഞ്ഞു. കാരണം അതാണ് ആ സമയത്ത് ഈ സ്വഹാബിയോട് നേരിട്ട് ചോദിച്ചു, ഇങ്ങനെ ലക്ഷ്യത്തിൽ വന്നതാണ്. അപ്പൊ മുത്തുനബികളെ കുറിച്ച് നിങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഞങ്ങളെപ്പോഴും കൂടുതൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും എക്സ്ട്രാ ചെയ്തില്ല, ഒന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, വെറുപ്പ് മനസ്സിലില്ല. ഈ ഒരു കാരണം കൊണ്ട് ഞാൻ സ്വർഗത്തൊരു ഒത്തിരി പറഞ്ഞിട്ടുണ്ടാവും. എന്തുവരെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരാളോട് പോലും വെറുപ്പ് പ്രകടിപ്പിച്ചോ മനസ്സിൽ കൊണ്ട് നടക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഒരാളോട് നമുക്ക് വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് വലിയ തൗഫീഖാണ്. നമ്മൾ എന്തെങ്കിലും ചെറുത് കാണുമ്പോൾ നമ്മൾ പറയും, ശരിയല്ല, ആള് ശരിയല്ല. ആദ്യം നമ്മളിലേക്ക് നോക്കണം. ഒരു കവി പാടിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ അയ്ബുകൾ കണ്ടെത്താൻ നല്ല സുഖമാണ്. നമ്മൾ സ്വന്തം പഠിച്ചവനെ എന്റെ ശരി, എന്റെ കാര്യം എന്താണെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം, എന്നിട്ടാണ് മറ്റുള്ളവരിലേക്ക് പോവുക. ഇതുപോലെ തന്നെയാണ് ആരാന്റെ നമ്മള് സ്വന്തം മക്കളിലേക്ക് നോക്കൂലേ. നമ്മൾ ചില ആളുകളൊക്കെ കുറ്റപ്പെടുത്താറുണ്ട്, ചെറിയ മക്കളൊക്കെ കുറ്റപ്പെടുത്തും. ഈ മുസ്ലിംമാർക്കിലെ വലിയ ആളുകളൊക്കെ അവര് ചിലപ്പോ അങ്ങനെ ഉണ്ട് എന്നല്ല, ചിലർക്ക് ഇങ്ങനെ പറയും, അവര് ശരിയല്ല, ആ കുട്ടികള് നിസ്കരിക്കാൻ വരില്ല, മഹദാർക്ക് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടികൾ വരുന്നത് പോലും ഇല്ലാതാക്കുന്ന ചില ആളുകളുണ്ട്, നേരത്തെ മുടക്കിയത്. അതൊരിക്കലും നമ്മളങ്ങനെ ആവരുത്. കാരണം ആ മക്കള് എന്നിട്ട് ഇവര് പറയുന്നത് അവിടുന്ന് ഇവിടുന്ന് കേൾക്കാൻ, പക്ഷെ അവരുടെ സ്വന്തം മക്കളോ വീട്ടില് ആണെങ്കിൽ ചിന്തിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കണം. അപ്പോ ഇവിടെ നമ്മൾ അവരുടെ ഹിക്മത്തിലൂടെ പള്ളിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം. ശകാരിച്ചുകൊണ്ടോ ദേഷ്യം പിടിച്ചുകൊണ്ടോ ഇന്ന് നടക്കൂല. ഇത് ഏത് തിന്മയെയും നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അഷ്റഫാക്കന്റെ വാപ്പ ഹോസ്പിറ്റലാണ് പറഞ്ഞു. അല്ലാഹു തആല ആജിലായ ശിഫാ അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വലിയ ആജിലായ ശിഫാ അല്ലാഹു നൽകുമാറാവട്ടെ. പൂർണ്ണ ആഫിയത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഷിയാബാക്കനും മക്കൾക്ക് അസുഖം ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ രോഗങ്ങൾ ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്
ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പള്ളിയിലേക്ക് സഹായിക്കുന്നവർ, ഇതിന്റെ ഒരുപാട് സംരംഭങ്ങളിലേക്ക് സഹായിക്കുന്നവർ, അതുപോലെ പെരുന്നാൾ കിറ്റ് ഏറ്റെടുത്ത് സഹായിക്കുന്നവർ, അല്ലാഹുവേ, എല്ലാവരെയും നീ സഹായിക്കണം അല്ലാഹ്. അല്ലാഹു ആഖിറത്തിൽ നിന്റെ വലിയ ഒരു പ്രതിഫലം അവർക്കൊക്കെ നീ കാണിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നന്മയിലേക്ക് അടുപ്പിക്കണം അല്ലാഹ്. തിന്മയോടുള്ള വെറുപ്പ് ഞങ്ങളുടെ കൽവിൽ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിലൊക്കെ ഇഖ്ലാസ് നൽകണം അല്ലാഹ്. ഇഖ്ലാസ് ഇല്ലാത്ത പ്രകടനപരതയുള്ള ഒരു അമലും ഞങ്ങൾക്ക് നൽകരുത് അല്ലാഹ്. ഇഖ്ലാസോടുകൂടി അമല് ചെയ്ത് നിന്നിലേക്ക് എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവർ, അല്ലാഹു അവർക്കൊക്കെ വലിയ ഖൈറുകൾ നൽകണം അല്ലാഹ്. അത് ഒരുക്കി കൊടുത്തയക്കുന്ന ഉമ്മമാരെ അല്ലാഹുവേ, അവർക്കൊക്കെ പൂർണ്ണ ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ വലിയ ഖൈറുകൾ നൽകണം അല്ലാഹ്. അവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണം അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه.